ഹലോ നമസ്കാരം. താരാസ് വണ്ടർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ബിരിയാണി വയ്ക്കുമ്പോൾ ചോറ് സോഫ്റ്റ് ആവാനുള്ള ഒരു ട്രിക്കുമായിട്ടാണ് ഞാൻ വന്നേക്കണത്. അപ്പോൾ ബിരിയാണി വയ്ക്കണ വീഡിയോ ഒക്കെ ഞാൻ ഇതിക്ക് മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നല്ല സോഫ്റ്റായിട്ട് ചോറ് കിട്ടും. അതിനുള്ളൊരു സൂത്രപ്പണിയും കൂടി ആയിട്ടാണ് ഞാൻ വന്നേക്കണത്. നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല ചോറാണ്. അപ്പം നമുക്ക് ഇതിലേക്ക് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കണം. അപ്പോൾ നമുക്കതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ ഞാൻ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യമുള്ള സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കാം. പട്ട, ഗ്രാമ്പു, ഏലക്കായ, പെരിഞ്ജീരകം, പിന്നെ ഒരു ബേ ലീഫ്, ഇതൊക്കെ കൂടി ഇട്ടിട്ട് അതൊന്ന് പൊട്ടി വരുമ്പോൾ തന്നെ നമുക്ക് കശുവണ്ടിയും റൈസൻസും കൂടി ഇട്ടിട്ട് അതൊന്ന് വഴന്ന് വരുമ്പോൾ തന്നെ നമുക്ക് അതിലേക്ക് ഒരു പകുതി സവാള അരിഞ്ഞതും, ഒരു പച്ചമുളകും, 2-3 വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്തതും കൂടി ഇട്ടിട്ട് ഒന്നുകൂടി നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ബിരിയാണിയൊക്കെ എപ്പോഴും എല്ലാവരും ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കണ കാണിക്കാൻ വേണ്ടിയല്ല, നമുക്ക് സോഫ്റ്റായിട്ട് എങ്ങനെ കിട്ടും എന്നറിയാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് വഴന്ന് വരുമ്പോൾ തന്നെ വലിയ കപ്പിൽ 1 കപ്പ് ജീരകശാല അരിയാണ് ഞാൻ എടുത്തേക്കണം. അതൊരു 10 മിനിറ്റ് വരെ ഞാൻ കുതിരാൻ വെച്ചുള്ളൂ. എന്നിട്ട് നമുക്കിത് ഈ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിൻ്റെ വെള്ളം ഒന്ന് വറ്റണ വരെ വഴറ്റിയെടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കണ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് 1 കപ്പിൽ 1 കപ്പ് പാലാണ് ഞാൻ ചേർക്കണത്. അപ്പോൾ ഈ പാല് ചേർക്കുമ്പോൾ നമ്മുടെ ഈ ചോറ് ഒട്ടും കല്ലച്ച് പോകാതെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ പാലിൻ്റെ അനുസരിച്ച് വെള്ളം നമ്മൾ എടുക്കുമ്പോൾ ഈ 1 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് വേണം 2 കപ്പ് വെള്ളം എടുക്കാൻ. അപ്പോൾ നമുക്കതും കൂടി ചേർത്തിട്ട് പാലും കൂടി ചേർത്ത് ആ പാലാദ്യം ഈ അരിയിലേക്ക് ഇട്ടിട്ടൊന്ന് അരി കൂടി ചേർന്നൊന്ന് വഴറ്റിയെടുക്കണം. അതിന് ശേഷം വെള്ളം ഒഴിച്ചാൽ മതിയാകും. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുക. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിത് തിളച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ അതിൻ്റെ നെയ്യും സാധനങ്ങളൊക്കെ ഒരു വശത്ത് തന്നെ ആയിപ്പോകും. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. പിന്നെ ഞാനിതിലേക്ക് പൈനാപ്പിൾ എസൻസ് 2-3 തുള്ളി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ സവാളയും കശുവണ്ടിയും മുന്തിരിയൊന്നും വറുത്ത് മുകളിലൊന്നും ഇട്ടിട്ടല്ല ചെയ്യണത്. അതെല്ലാം നമ്മൾ സ്പൈസസൊക്കെ വഴറ്റുമ്പോൾ തന്നെ എല്ലാം ചേർത്ത് കൊടുത്തിട്ടാണ് കശുവണ്ടിയൊക്കെ ചേർക്കണം. അപ്പോൾ അങ്ങനെ ഇടുമ്പോൾ നല്ലൊരു പ്രത്യേക ഫ്ലേവറായിരിക്കും. കശുവണ്ടിയുടെയും മുന്തിരിയുടെയൊക്കെ ചെറിയൊരു നല്ല ഫ്ലേവർ ബിരിയാണിക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ മുകളിൽ ഇങ്ങനെ ഭംഗിക്ക് വേണ്ടി നമുക്ക് കുറച്ച് സവാളയൊക്കെ വറുത്തിടാം. ഞാനിപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല. പിന്നെ നമുക്ക് ചിക്കൻ കറി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ കറിയുടെ റെസിപ്പിയൊന്നും ഞാൻ ഇടണില്ല. അപ്പോൾ നമ്മൾ ഇതിൽ വെള്ള നാരങ്ങ പച്ചക്കിടുന്ന അച്ചാറുണ്ടായി അതിലേക്ക് കുറച്ച് ഉള്ളിയും കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ടുള്ളതാണ് ഞാൻ എടുത്തേക്കണം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവർക്കും നന്ദി.